മഹിഷാസുരവധം, ദുർഗാദേവിയുടെ അവതാരം. പുരാതനകാലത്ത് മഹിഷാസുരൻ എന്നൊരു ശക്തനായ അസുരനുണ്ടായിരുന്നു. അവൻ സാധാരണ മനുഷ്യരെയോ ദേവന്മാരെയോ കൊന്ന് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വരം ലഭിച്ചിരുന്നു. ഈ ശക്തി അവനിൽ അഹംഭാവം വളർത്തി. അവൻ സ്വർഗം കീഴടക്കി ഇന്ദ്രാദി ദേവന്മാരെ പുറത്താക്കി. ദേവന്മാർ നിർബന്ധിതരായി ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ സഹായം തേടി. മഹിഷാസുരന്റെ അതിക്രമത്തിൽ കോപാകുലരായിരുന്ന 3 മുഖ്യ ദേവതകളിൽ നിന്ന് ഒരു ദിവ്യതേജസ് പുറപ്പെട്ടു. അതേസമയം മറ്റ് എല്ലാ ദേവന്മാരിൽ നിന്നും ദിവ്യമായ ശക്തികൾ പുറപ്പെട്ട് ആ തേജസ്സിൽ ചേർന്നു. ഈ അപൂർവമായ ദിവ്യശക്തികളുടെ സംയോജനത്തിൽ നിന്നാണ് ദേവി ദുർഗ അവതരിച്ചത്. ദേവിയെ അലങ്കരിക്കാൻ ഓരോരുത്തരും ദിവ്യായുധങ്ങൾ നൽകി. വിഷ്ണുദേവൻ തന്റെ സുദർശന ചക്രം നൽകി. ശിവൻ തന്റെ ത്രിശൂലം നൽകി. വരുണൻ തന്റെ ശംഖ് നൽകി. അഗ്നിദേവൻ തന്റെ ശക്തി നൽകി. വായുദേവൻ തന്റെ ധനുസ്സും അമ്പുകളും നൽകി. ഹിമവാൻ പർവ്വതം ഒരു സിംഹത്തെ അവരുടെ വാഹനമായി നൽകി. ഇങ്ങനെ സജ്ജയായ ദുർഗാദേവി മഹിഷാസുരനുമായി 9 ദിവസത്തെ ഭീകരമായ യുദ്ധം നടത്തി. ഓരോ ദിവസവും അസുരൻ പുതിയ രൂപം എടുത്തു പോരാടി. പക്ഷേ ദേവി ഓരോ രൂപത്തെയും തോൽപ്പിച്ചു. ഒടുവിൽ 10ാം ദിവസം വിജയദശമി, അവൾ തന്റെ ത്രിശൂലം കൊണ്ട് മഹിഷാസുരനെ വധിച്ചു. ദുഷ്ടനായ അസുരന്റെ അന്ത്യം വരുത്തിയ ഈ ദിവസം ദേവിയുടെ വിജയം ആയി ആചരിക്കപ്പെടുന്നു. ഈ 9 രാത്രികളാണ് നവരാത്രി ആയി ആചരിക്കുന്നത്.